ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ചെറിയ വലിയ വർത്തമാനം. Hey, hello, good morning my lovely listeners. Welcome to ചെറിയ വലിയ വർത്തമാനം. കൂടെയുള്ളത് RJ ശ്രീശാന്താണ്. യെസ്, അപ്പോൾ സൺഡേ ആയിട്ട് എല്ലാവരും രാവിലെ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ റേഡിയോ കേട്ടിരിക്കുകയാണല്ലേ. യെസ്, അപ്പോൾ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ എന്നും നമ്മൾക്ക് പ്രയോജനപ്പെടുന്ന ഒരുപാട് ഇൻഫർമേഷൻ ഒക്കെ എല്ലാ ഞായറാഴ്ചയും നമ്മൾ അറിയുന്നുണ്ടല്ലേ. അപ്പോൾ ഇന്ന് ഞാനൊരു വലിയ വിഷയത്തെപ്പറ്റി പറയാനാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതായത് 2019 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം അഥവാ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പറ്റിയാണ് കേട്ടോ. ഈ നിയമം നിലവിൽ വന്ന ശേഷം ഒട്ടനവധി സംശയങ്ങളും അതുപോലെ അനേകം ക്ലാരിഫിക്കേഷൻസും പലർക്കും ലഭിക്കാനുണ്ട്. ആൻഡ് ഓൾസോ ഈ നിയമത്തിലൂടെ ജനങ്ങൾക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണ് തുടങ്ങി പല ചോദ്യങ്ങളും ഇന്ന് ഉയർന്നു വരാറുമുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കും ഇല്ലെങ്കിൽ ആ സംശയങ്ങൾക്കുമുള്ള ഉത്തരമാണ് ഇന്നത്തെ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ചെറിയ വലിയ വർത്തമാനത്തിൽ എപ്പോഴും ഞാൻ ഒറ്റയ്ക്കായിരിക്കും അല്ലേ നിങ്ങളോട് ഈ വിവരങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്, ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടി എത്തിയിട്ടുണ്ട്. നിയമവശങ്ങളെ പറ്റി എനിക്കടക്കം ഒരുപാട് പേർക്ക് അഡ്വൈസ് നൽകുന്ന അഡ്വക്കേറ്റ് അമൃത മാഡമാണ് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമസ്കാരം മാഡം, വെൽക്കം ടു ചെറിയ വലിയ വർത്തമാനം. നമസ്കാരം. ഓക്കെ, അപ്പോൾ മാഡം ലിസണേഴ്സിന് വേണ്ടി ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ? നമസ്കാരം, എല്ലാവർക്കും. ഞാൻ അമൃത. ഇപ്പോ എറണാകുളം ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ഓക്കെ മാഡം, അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ? യെസ്. അപ്പോൾ ആദ്യം തന്നെ ആരാണ് കൺസ്യൂമർ അഥവാ ഉപഭോക്താവ് ആൻഡ് എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ചൊക്കെ നമുക്കിപ്പോ മീഡിയയുടെ ആക്സസ് ഒക്കെ ഉള്ളതുകൊണ്ട് മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും. 2019 രാജ്യസഭ പാസ്സാക്കിയ ഒരു ആക്ട് ആണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന്. അങ്ങനെ ഒരു ആക്ട് നിലവിലുണ്ട് എന്ന് എല്ലാവർക്കും ഒരു താരതമ്യേന എല്ലാവർക്കും ഒരു അറിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഇതിനു മുന്നേ ഉള്ള മുന്നത്തെ വർഷങ്ങളിലെല്ലാം അമെൻഡ് ചെയ്ത് വന്നിട്ടാണ് നമുക്കിപ്പോ ഉള്ള ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ഇപ്പോൾ നിലവിൽ ഉള്ളത്. ഈ 2019 ഏറ്റവും വരുത്തിയ മാറ്റങ്ങളിൽ ഒരു ഇമ്പോർട്ടന്റ് ആയ മാറ്റം എന്ന് പറയുന്നത് തന്നെ കൺസ്യൂമർ ആരാണ് കൺസ്യൂമർ എന്നതിന്റെ ഒരു ഡെഫിനിഷൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഓരോ തവണയും നമ്മുടെ ഉപഭോഗ സംസ്കാരം മാറുന്നതിനനുസരിച്ചിട്ട് അതിന്റെ ഡെഫിനിഷൻസും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതെങ്കിലും ഒരു ഗുഡ്സോ സർവീസസോ അവരതിന്റെ പേഴ്സണൽ യൂസിന് വേണ്ടി അവൈൽ ചെയ്യുന്ന ഒരാളാണ് ഒരു കൺസ്യൂമർ. നമുക്ക് വേണമെങ്കിൽ ഷോർട്ടായിട്ട് പറയാം, എന്തെങ്കിലും പ്രോഡക്റ്റോ സർവീസോ അല്ലെങ്കിൽ ഹയറിങ്ങോ, അപ്പോ എന്തെങ്കിലും ഒരു ബെനിഫിഷ്യറി ഓഫ് സർവീസസ് വാങ്ങിക്കുന്ന ഒരാളെയാണ് നമ്മൾ കൺസ്യൂമർ എന്ന് പറയുക എന്നുള്ളതാണ്. അപ്പോ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആരാണ് കൺസ്യൂമർ അല്ലാത്ത ആൾക്കാർ ആരാണെന്ന് പറയുമ്പോൾ ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രീ ആയിട്ട് വാങ്ങിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ റീസെയിൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പർപ്പസിന് വാങ്ങിക്കുന്ന ആളോ അങ്ങനെയാണ് നമ്മൾ ഇതിന്ന് എന്താ പറയാ ഒമിറ്റ് ചെയ്യുന്നത്. ഓക്കെ മാം. അപ്പോൾ ഇന്ത്യൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്ന ശേഷം കൺസ്യൂമർ റൈറ്റിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഏതൊക്കെയാണ്? അങ്ങനെ വലിയ മാറ്റം എന്ന് പറയുമ്പോൾ ഓരോ നിയമവും മാറുന്നത് കാലത്തിനനുസരിച്ചിട്ടാണ്. അതായത് നമ്മളപ്പോ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചുറ്റുപാടിലും സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും എല്ലാം വരുന്ന മാറ്റങ്ങൾ തന്നെയാണ് നിയമങ്ങളിലും വരുന്ന മാറ്റങ്ങൾ. അപ്പോ ഒരു ഡിജിറ്റൽ മീഡിയയുടെ ഒരു വലിയ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ ഇ കൊമേഴ്സ് എന്നൊരു വലിയ ഫീൽഡിനെ അതിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി തന്നെയാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ 2019 ഒരുപാട് മാറ്റങ്ങൾ അതിനെ ഉൾക്കൊള്ളിക്കാനാണ്. ഇ കൊമേഴ്സും ഡയറക്ട് സെല്ലിങ്ങും ടെലി ഷോപ്പിംഗും മൾട്ടി ലെവൽ മാർക്കറ്റിംഗും ഗ്ലോബൽ സപ്ലൈ ചെയിൻസും എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ എന്നുള്ളതായിരുന്നു അതിലെ മെയിൻ ആയിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയാം. റോങ്ഫുൾ ആയ വ്യാപാര സമ്പ്രദായങ്ങൾക്കെതിരെ ഈ നിയമം എങ്ങനെയാണ് കൺസ്യൂമറിനെ സംരക്ഷിക്കുന്നത്? അതായത് ഇപ്പം നമ്മൾ എന്ത് തന്നെ പ്രശ്നങ്ങൾ നമുക്ക് കൺസ്യൂമറുമായി ഒരു കൺസ്യൂമർക്ക് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിനെല്ലാത്തിനുള്ള പ്രതിവിധി നിയമം തന്നിട്ടുണ്ട് എന്നുള്ളതാണ് മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ ഞാൻ അത് എന്നും പറയും, നിങ്ങൾക്ക് എവിടെയാണോ ഒരു റൈറ്റ് ഉള്ളത് അവിടെ നിങ്ങൾക്കൊരു റെമഡി ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ റൈറ്റിന്റെ കൂടെ ഒരു റെമഡിയും എന്നും വരും അതിന്റെ വൈലേഷൻ വരുന്ന സമയത്ത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി ഉണ്ട്, അതായത് CCPA എന്ന് പറയും. അവർക്ക് സ്വമേധയാ കേസുകൾ എടുക്കാം. സുവോമോട്ടോ കേസുകൾ എന്നൊക്കെ കോടതിയിൽ പറയും. സ്വമേധയാ അവർക്ക് പ്രശ്നങ്ങൾ കാണുന്ന സമയത്ത് അതിന് കേസ് എടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെയും മറ്റു ബോഡീസിന്റെയും ഡയറക്ഷൻ പ്രകാരം അവർക്ക് കേസ് എടുക്കാനും അതിലെ പ്രശ്നങ്ങൾ എന്താണ്, വയലേഷൻ ഓഫ് കൺസ്യൂമർ റൈറ്റ്സ് നടന്നിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് അന്വേഷിക്കാനും മറ്റു കാര്യങ്ങൾക്കെല്ലാം
കേസ് ഉണ്ട്. അപ്പോൾ സാധാരണയായി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അണ്ടറിൽ ഒരു കേസ് ഫയൽ ചെയ്യുമ്പോൾ കൺസ്യൂമർ നേരിടുന്ന തടസ്സങ്ങൾ ഏതൊക്കെയാണ് മാഡം? ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്കിപ്പോ ഒരു കൺസ്യൂമർ എന്ന നിലയിൽ നമ്മൾ വാങ്ങിയതോ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ സർവീസുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ പോകണം, നമ്മൾ ആരെയാണ് കാണേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഡിജിറ്റലി നോക്കുകയാണെങ്കിൽ ഏത് സൈറ്റ് എടുക്കണം, ഇങ്ങനെയുള്ള ബേസിക് ആയ പ്രശ്നങ്ങളാണ് ആളുകൾക്ക് തുടക്കത്തിൽ ഉണ്ടാവുന്നത്. അതൊരു ചെറിയ വലിയ പ്രശ്നമാണെന്ന് പറയാം. അതായത് ഇപ്പോൾ യങ്സ്റ്റേഴ്സിന് ഒരുപക്ഷെ ഒരുപാട് ആക്സസ് ടു മീഡിയ ഉള്ളത് കൊണ്ട് അവർക്കത് എളുപ്പമായിരിക്കും. അപ്പോ നിങ്ങൾക്ക് നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ ഒരു നമ്പർ, ടോൾ നമ്പർ ഉണ്ട്. അത് പോരാനായിട്ട് നമുക്കൊരു സൈറ്റും ഉണ്ട്. അത് വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒരു ഓപ്ഷൻസിൽ രജിസ്റ്റർ ഗ്രീവിയൻസ് എന്ന് പറഞ്ഞ് ആ ഗ്രീവിയൻസ് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ അതിന്റെ എന്തെങ്കിലും ഡോക്യുമെന്റ്സോ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടാവുമല്ലോ, നമുക്ക് റൈറ്റ് വയലേഷൻ നടന്നു എന്നുള്ളതിന്റെ അതിന്റെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് പിന്നീട് അപ്ലോഡ് ചെയ്തതിനു ശേഷം രജിസ്റ്റർ ചെയ്തതിനു ശേഷം നമുക്കത് ട്രാക്ക് ചെയ്യാം. നമ്മുടെ ഗ്രീവിയൻസിന്റെ സ്റ്റാറ്റസ് എന്താണ്, അത് രജിസ്റ്റർ ആയോ, അല്ലെങ്കിൽ അത് അതോറിറ്റീസ് കണ്ടോ, അതെന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ഓൺലൈനിൽ തന്നെ എല്ലാം ചെയ്യാനായിട്ട് പറ്റും. അതല്ലാതെ തന്നെ പിന്നെ നമുക്ക് ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, നാഷണൽ കമ്മീഷൻസ് ഒക്കെ ഉണ്ട്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും അങ്ങനെ ഏജൻസീസ് ഉണ്ട് ഇൻവോൾവ് ആയിട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ മാഡത്തിന്റെ അഭിപ്രായത്തിൽ കൺസ്യൂമർ റൈറ്റിന്റെ ലംഘനത്തിന് ബിസിനസ്സുകളിൽ ചുമത്തുന്ന പണിഷ്മെന്റ്സ് എത്രത്തോളം ഇഫക്റ്റീവ് ആണ്? ഞാൻ പറയുകയാണെങ്കിൽ വിത്ത് ടൈം ഇറ്റ് ഹാസ് ചേഞ്ച്ഡ് എ ലോട്ട്. അതായത് നമ്മുടെ ആവശ്യങ്ങൾ ഒരുപാട് കൂടിയല്ലോ, നമ്മുടെ ആവശ്യങ്ങൾ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് അതിന്റെ എല്ലാ വയലേഷനുകളും നടക്കുന്നുണ്ട്. പുതിയ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടില് നമുക്ക് മണ്ടത്തരങ്ങൾക്ക് ഒഴിച്ച് ബാക്കി ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു പ്രതിനിധി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. നമ്മളൊരു വൈസ് കൺസ്യൂമർ ആകണം എന്നുള്ളതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് എല്ലാത്തിനും അതിന്റേതായ റെമഡി മെത്തേഡ്സ് ഉണ്ട് ആസ് പെർ ലോ. പക്ഷേ when the digital media and all other medias are taking a forehand on us, maybe I think we should be a wise consumer. ഓക്കെ, അപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നമ്മൾ ദിനംതോറും കാണാറുണ്ടല്ലേ? യെസ്. അപ്പോൾ ഇത്തരത്തിലുള്ള അഡ്വർടൈസ്മെന്റ് നമ്മുടെ ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? ആൻഡ് ഓൾസോ ഇത് കൺസ്യൂമർ ലയലിറ്റിയെ എങ്ങനെ അഫക്ട് ചെയ്യുന്നു? ഇപ്പൊ പറഞ്ഞ പോലെ അതൊരു വലിയ പ്രശ്നമാണ്. മിസ്ലീഡിങ് അഡ്വർടൈസ്മെന്റ് നമ്മള് മൊത്തത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെ, അങ്ങനത്തെ അഡ്വർടൈസ്മെന്റ്സിന് ഒരു വലിയ പ്രസക്തി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലുണ്ട്. നമുക്കൊരു സെക്ഷൻ 21 CPA അതുണ്ട്, നമുക്ക് അതിനെ കുറിച്ച് ഡീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ അതിൽ ആക്ടിൽ തന്നെ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ 89 പറയുന്നതിൽ തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ ഫോൾസ് ഓർ മിസ്ലീഡിങ് അഡ്വർടൈസ്മെന്റ് പ്രീ ജുഡീഷ്യൽ ടു ദി ഇൻട്രസ്റ്റ് ഓഫ് കൺസ്യൂമർ, അങ്ങനെ അവർക്ക് ഫൈൻ ആൻഡ് ഇംപ്രിസൺമെന്റ് കൊടുക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞ ഒരു കർശനമായിട്ടുള്ള നിയമം തന്നെയുണ്ട്. അത് ന്യായപരമായ എല്ലാ നമ്മുടെ ആവശ്യങ്ങൾക്കും നമുക്കത് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതിനൊരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് മെയിൻലി ഈ മിസ്ലീഡിങ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് മിസ്ലീഡിങ് എന്നുള്ളത് നമുക്കൊരു ഐഡിയ വേണം. അതായത് ഒന്നില്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് സർവീസിനെ കുറിച്ച് ഫാൾസ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, തെറ്റിദ്ധാരണ തന്നെ കൊടുക്കും. മൊത്തത്തിലുള്ള ഒരു തെറ്റിദ്ധാരണപരമായ ഒരു ഇൻഫർമേഷൻ ഒരു പ്രൊഡക്റ്റിനെ സർവീസിനെ കുറിച്ച് കൊടുക്കും. പിന്നീട് അത് ഫാൾസ് ഗ്യാരണ്ടി കൊടുക്കും. അതിന്റെ നേച്ചറോ ക്വാളിറ്റിയോ സബ്സ്റ്റൻസോ, നമ്മൾ ഇപ്പോ ഹെയർ ക്രീം തേച്ചാൽ 2 മാസത്തിനുള്ളിൽ മുട്ട് വരെ മുടി വരും എന്നൊക്കെ പറയുമല്ലോ. അങ്ങനെ വളരെ മിസ്ലീഡിംഗ് ആയിട്ട് അങ്ങനെയുള്ള ഫാൾസ് ഗ്യാരണ്ടി എന്തായാലും വളരും എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുന്ന ആഡ് വരെ ഉണ്ട് അല്ലേ. ഇന്ന ഏതോ ഒരു വ്യക്തിക്ക് ഞാൻ ഗ്യാരണ്ടി, അങ്ങനെ ഏതാന്ന് പറയുന്നില്ല, അതെല്ലാവർക്കും അറിയുന്നതാണ്. സോ അങ്ങനെ നമ്മളത് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റൈലുണ്ട്. പിന്നെ ഡെലിബറേറ്റ്ലി ഇൻഫർമേഷൻ കൺസീൽ ചെയ്യാം, നമ്മൾ മറച്ചു വെക്കാം. അതില് എന്താണ് അതിന് ഇമ്പോർട്ടന്റ് ആയ ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ഇപ്പോ അതിൽ എന്തെങ്കിലും അപകടകാരിയായ കോമ്പോണന്റ് ഉണ്ടെങ്കിൽ അത് ഇപ്പോ ചില പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഗർഭിണികൾ ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ ഇന്നത്ര വയസ്സിന് താഴെയുള്ളവർ ഉപയോഗിക്കരുത് കയ്യിൽ കൊടുത്തിട്ടുണ്ടാവുമല്ലോ ഡിസ്ക്ലെയിമർ പോലെ. അങ്ങനെ ഇമ്പോർട്ടന്റ് ആയ സാധനങ്ങൾ കൺസീൽ ചെയ്തുകൊണ്ട് ആൾക്കാരത് ഉപയോഗിച്ച് അവർക്ക് പ്രശ്നമാവുക. ഇപ്പൊ ഒരുപാട് ഡയറി പ്രോഡക്റ്റിലൊക്കെ ലാക്ടോസ് ഇൻടോളറന്റ് ആയ ആൾക്കാർ എടുക്കരുത് എന്നൊക്കെ കൊടുക്കുന്നുണ്ട്. ദേ ആർ ട്രൈങ് ടു ബി സേഫ്. അങ്ങനെയാണ് നിലവിലെ ഒരു നമ്മുടെ മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ്സിന്റെ ഒരു ഇത് കിടക്കുന്നത്. അപ്പോൾ മാഡം, ഇന്ന് നമ്മൾ എല്ലാവരും ഈ ഫ്ലിപ്കാർട്ട്, ആമസോൺ, മിന്ത്ര തുടങ്ങിയ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാറുള്ളവരാണ്. സോ കൺസ്യൂമേഴ്സിന് ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഈ നിയമം എങ്ങനെ പരിഹരിക്കുന്നു? അതായത് ഈ ഓൺലൈൻ ഷോപ്പിംഗ് എന്നാണല്ലോ അതിനെ പറയാനായിട്ട്. ഓൺലൈൻ ഷോപ്പിംഗിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആൾക്കാർക്ക് നമ്മൾ സാധാരണ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ എന്താണ് ബേസിക്കലി നേരിടുന്ന പ്രശ്നം? പ്രോഡക്റ്റ് സമയത്തിന് എത്തുന്നില്ല, എത്തിയ പ്രോഡക്റ്റിന് ക്വാളിറ്റി ഇല്ല, ഇതൊക്കെയാണല്ലോ പ്രശ്നങ്ങളുള്ളത്. നമ്മൾ ഒരു പരിധി വരെയൊക്കെ എന്താണ് അത് ഏത് വഴി തന്നെ ചെയ്യും, ആപ്പ് വഴി തന്നെ ചെയ്യും അല്ലെ. ആപ്പ് വഴി തന്നെ നമുക്ക് എന്താ പറയാ, ഇത് ഇഷ്ടമല്ല നമുക്ക് റിട്ടേൺ ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആപ്പ് വഴി പ്രോഡക്റ്റ്സ് വാങ്ങിക്കുമ്പോൾ ആപ്പിൽ അവര് കൃത്യമായിട്ട് ഇതിന്റെ റിട്ടേൺ പോളിസിയെ കുറിച്ചും എക്സ്ചേഞ്ച് പോളിസിയെ കുറിച്ചും എല്ലാം കൊടുത്തിട്ടുണ്ടാവും.
അവർ സേഫ് ആയിട്ടായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവും. അതായത് ഇപ്പൊ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങി അതിൽ റിട്ടേൺ ആണോ എക്സ്ചേഞ്ച് ആണോ എന്ന് ശ്രദ്ധിക്കണം. നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞിട്ട് എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ തിരിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടാവും അത് എക്സ്ചേഞ്ചേ പറ്റുള്ളൂ. അതായത് കറുത്ത ഷർട്ടാണ് വാങ്ങിയെങ്കിൽ മാറ്റി കഴിഞ്ഞ് അതേ കറുത്ത ഷർട്ട് തന്നെ കിട്ടും, എക്സ്ചേഞ്ചിന് കിട്ടും. അല്ലാതെ നിങ്ങൾക്ക് അത് റിട്ടേൺ ചെയ്ത് അതിന്റെ പ്രൈസ് കിട്ടില്ല. അപ്പൊ ആപ്പുകൾ അവര് ലീഗലി നല്ല ഒരു കൺഫൈൻഡ് സ്പേസിലായിരിക്കും നിങ്ങളെ കൊണ്ട് ആ പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കുന്നത്. ദേ വിൽ ബി ഇൻ ദ സേഫ് സൈഡ് വെൻ ഇറ്റ് കംസ് ടു ഓൺലൈൻ ഷോപ്പിംഗ്. വി ആർ വൾനറബിൾ സൈഡിൽ നമ്മളായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇത് എനിക്കടക്കം ഒരു പുതിയ അറിവായിരുന്നു. അപ്പോ അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ എങ്ങനെ നോക്കിയാലും നമുക്ക് അവർക്കെതിരെ എന്തെങ്കിലും മൂവുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവര് കാര്യങ്ങളെല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ടാവും. നമ്മളൊരു പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ചില പ്രോഡക്റ്റിന്റെ ഒക്കെ താഴെ 1 year വാറന്റി കാർഡ് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ കൊടുക്കണം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇൻ കേസ് നിങ്ങൾ എന്തെങ്കിലും ഒരു ഓൺലൈൻ, ഞാൻ പറയാം എക്സാം, ഇങ്ങനെ ഇലക്ട്രിക് മിക്സിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയെന്ന് വിചാരിക്കാം. ചിലപ്പോൾ അവർക്ക് വർക്ക് പോലും ആവില്ല. നിങ്ങൾക്ക് എക്സ്ചേഞ്ച് പോളിസി ഉണ്ടാവും, നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പ്രോഡക്റ്റ് വേണ്ടായിരിക്കും, പക്ഷെ അതിൽ 1 year വാറന്റി എന്നുള്ള ഒരു കാർഡോ സാധനമോ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ നോക്കുമ്പോൾ അത് നടക്കില്ല. ചിലപ്പോ ആ സൈറ്റിൽ ആ സാധനം തന്നെ ഉണ്ടാവില്ല, അത് എടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ റൈറ്റ് ടു ചൂസ് എന്നൊരു സാധനമുണ്ട്. റൈറ്റ് ടു ചൂസ്, അതായത് നമ്മളാണ് ചൂസ് ചെയ്യുന്നത്, നമ്മളാണ് ആ സർവീസ് അങ്ങോട്ട് പോയി അവൈൽ ചെയ്യുന്നത് അല്ലേ. അവര് നമ്മൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ടൊന്നുമില്ലല്ലോ. നമ്മൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ആ ആപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന പ്രോഡക്റ്റ് ആണിത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ സംതിങ് ഗോസ് റോങ്, കസ്റ്റമർ ഹാസ് എ റൈറ്റ് ടു മേക്ക് എ കംപ്ലൈന്റ്. ഓഫ് കോഴ്സ് they can make a complaint, but we should make sure that നമ്മൾ വാങ്ങിയ പ്രോഡക്റ്റിൽ ഇങ്ങനത്തെ ലൂപ്പ് ഹോൾസ് ഒന്നും ഇല്ലല്ലോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ലൂപ്പ് ഹോൾസ് ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ പർച്ചേസ് ചെയ്യാൻ. നമ്മൾ ഒരുപാട് എക്സ്പെൻസീവ് ആയ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അത് നോക്കി ചെയ്യുന്നത് ഒരു പരിധിവരെ നല്ലതായിരിക്കും. ബട്ട് ഡസന്റ് മീൻ നിങ്ങൾ ഓൺലൈൻ ഷോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോയി, അങ്ങനെയൊന്നുമില്ല. നിയമത്തിന് എല്ലാത്തിനും വഴിയുണ്ട്. സോ യു കൻ ഓൾവേസ് ഫൈൻഡ് ജസ്റ്റിസ് ത്രൂ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ദെയർ ഈസ് നത്തിങ് റോങ് വിത്ത് ദാറ്റ്. ബട്ട് ഐ വിൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു വൈസ് കസ്റ്റമർ ആയിരിക്കുന്നുണ്ട്, കൺസ്യൂമർ ആയിരിക്കുന്നുണ്ട്. അപ്പോൾ മാഡത്തിന്റെ ഒരു എക്സ്പീരിയൻസിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ നടന്ന കൺസ്യൂമർ റൈറ്റിനെ സാരമായി ബാധിച്ച ഏതെങ്കിലും പ്രധാന കേസുകളൊന്ന് ഷെയർ ചെയ്യാമോ? അതായത് ഇപ്പൊ ഒരു ആക്ട് വരുന്ന സമയത്ത് ഓരോ ആക്ടും ഇൻഫ്ലുവൻസ്ഡ് ബൈ എ ലോട്ട് ഓഫ് കേസസ്. നമ്മളെ ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്സിന്റെ ഭാഗമായിട്ടാണ് ഓരോ നിയമവും വരുന്നത്. അതായത് ഏതോ ഒരാൾ ഒരിക്കലും എന്താണെന്ന് ചോദിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഒരു പുതിയ നിയമം വരുന്നത്. തീർച്ചയായിട്ടും അതിപ്പോ നമ്മൾ കേരളാന്റെ ഭാഗത്ത് എടുത്താലും ഏത് കേസ് എടുത്താലും ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കേസ് എടുത്താലും അത് അവിടെ ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്സ് ഉണ്ടാവും. ആൻഡ് ഓൾസോ കൺസ്യൂമർ പ്രൊട്ടക്ഷന്റെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് കേസുകൾ, അതായത് ദിനം പ്രതി കേസുകളാണ്. ഒരുപാട് ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്സ് ഉണ്ട്. നിങ്ങൾക്കുമൊക്കെ കേട്ട് പരിചയമുള്ള ഒരുപാട് ലാൻഡ്മാർക്ക് കേസുകളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഉണ്ടാവും. മെഡിക്കൽ അസോസിയേഷന്റെ കേസുകൾ, അതായത് ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ ഇതിന്റെ ഇടയിൽ എവിടെ വരും, ആ ഒരു സർവീസ് പ്രൊവൈഡിംഗ് ആണോ, സർവീസ് പ്രൊവൈഡിംഗ് അല്ലേ. പിന്നെ പെപ്സി ആൻഡ് കൊക്കോകോളയുടെ 2-3 കേസുകളൊക്കെ ഇങ്ങനെ ഒരുപാട്, അതായത് നമ്മൾ ആളുകളെ ഡിസീവ് ചെയ്യുന്ന രീതിയിൽ ആഡുകൾ ഇറക്കരുത് എന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് കെയർഫുൾ ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് കേസുകളുണ്ട്. സോ കേസുകൾ ഇങ്ങനെ നമുക്കിപ്പോ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഇതിനെ കുറിച്ച് ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്സിനായിരിക്കും കൂടുതലും പ്രസക്തി ഉണ്ടാവുക. സോ ലാൻഡ്മാർക്ക് കേസസ് അങ്ങനെ ഒരുപാട് ഉണ്ട് വേണം ഞാൻ ജനറൽ ആയിട്ട് പറയുന്നതായിരിക്കും നല്ലത്. കാരണം ഓരോ സെക്ഷനും ഓരോ ചെറിയ ചെറിയ കേസുകളും എടുത്ത് വന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും നമ്മൾ പഠിക്കുമ്പോഴൊക്കെ നമ്മൾ കൂടുതലും വരുന്നത് ഈ മെഡിക്കൽ അസോസിയേഷൻ VP ശാന്ത എന്ന് പറഞ്ഞ കേസൊക്കെയാണ് വരുന്നത്. കാരണം ഹോസ്പിറ്റൽസും മെഡിക്കൽ പ്രാക്ടീഷണേഴ്സും ഒക്കെ വലിയൊരു വേറെ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മൾ അവരെ എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ളതൊക്കെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സംഭവങ്ങളാണല്ലോ. അപ്പൊ ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഈ മൊത്തത്തിലുള്ള ഫലപ്രാപ്തിയിൽ കൺസ്യൂമർ എഡ്യൂക്കേഷൻ എത്രത്തോളം നിർണായകമാണ്? അതാണ് ഞാൻ പറഞ്ഞാൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മളൊരു വൈസ് ഉപഭോക്താവ് ആവുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം. കാരണം ഈ ഉപഭോഗ സംസ്കാരം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ആളുകളെല്ലാം നമ്മുടെ ഒരു കാർട്ടിലൊരു 10 ഐറ്റമെങ്കിലും ഇല്ലാത്ത ആരും കാണില്ല എന്നാണ് എന്റെ നിഗമനം. ഞാൻ എന്നെ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ടോ പറയുന്നത്. ഫോണിൽ ഒരു മിനിമം 3 ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പിൽ ഓരോ ആപ്പിലും ഒരു 4 ഐറ്റം വീതമെങ്കിലും കാർട്ടിൽ ഇല്ലാത്ത കിടക്കാൻ എന്തായാലും ഉണ്ടാവും. അങ്ങനെ ഇല്ലാതിരിക്കുന്ന ആരും ഉണ്ടാവില്ല എന്ന് വെച്ചിരിക്കുന്ന ആരും ആ അത്രയും ഫാസ്റ്റ് ഫാഷനും ഫാസ്റ്റ് ട്രെൻഡ്സിനും ഒക്കെ ഇമ്പോർട്ടൻസ് ഉള്ള സമയത്ത് സാധനങ്ങൾ മേടിക്കാൻ കാണിക്കുന്ന ആ ആവേശം, സാധനങ്ങൾ മേടിക്കുന്ന സമയത്ത് അതിന്റെ ക്വാളിറ്റിയിലും അതിന്റെ പ്രോഡക്റ്റ് വരുന്ന സ്ഥലം എന്താണ്, അത് അതിന്റെ പ്രൈസ് എങ്ങനെയാണ്, അത് റീസണബിൾ ആണോ എന്നൊക്കെ ആലോചിക്കാനും കൂടെ നമ്മൾ പഠിക്കണം. ഈ ഇടയ്ക്ക് ബാറ്റയിൽ നിന്നൊരു ഷൂ വാങ്ങിയിട്ട് അതിന്റെ MRPയേക്കാൾ കൂടുതൽ പ്രൈസ് കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. MRPയേക്കാൾ കൂടുതൽ പ്രൈസ് ചാർജ് ചെയ്തതിനൊരു കേസ് ഹൈക്കോർട്ടിൽ പോവുകയും
വരികയും കോടതി അത് മനസ്സിലാക്കി അതിന് എന്താ പറയാ തക്കതായ വയലേഷൻ കണ്ടെത്തി അതിന് തക്കതായ ഉത്തരവ് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് MRP പ്രൈസിന് ഒരു 20-30 രൂപ എന്തോ എക്സ്ട്രാ ഉള്ളൂ അതിൽ. സോ അത് കണ്ടെത്തി അത് ചോദിക്കാൻ കാണിച്ച ഒരു എന്താണ് ആ യുക്തിയാണ് കൺസ്യൂമർക്ക് വേണ്ടത്. 1 രൂപ പോലും നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ വാങ്ങിക്കാനുള്ള ഒരു അധികാരം അവർക്കില്ല, അത് ചോദിക്കാനുള്ള അവകാശം നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഒരു വൈസ് കൺസ്യൂമർ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ പർച്ചേസ് ഒക്കെ നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഒരു വൈസ് കൺസ്യൂമറായി നിലനിൽക്കുക അല്ലേ? എക്സാക്ട്ലി. നമ്മള് അവർക്ക് അവരുടെ സാധനങ്ങളെ കുറിച്ച് നല്ല അറിവുണ്ടാവും. തീർച്ചയായിട്ടും അവരെന്താണ് വിൽക്കുന്നത്. അപ്പൊ നമുക്ക് അറിവ് വേണ്ടത് നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത്. നമ്മള് മിക്സി വാങ്ങിക്കാൻ പോയിട്ട് ഫ്രിഡ്ജ് വാങ്ങിട്ട് വരുന്ന ആൾക്കാരാണ് അല്ലേ? നമ്മളൊരു കടയിൽ കയറി നമ്മൾ വാങ്ങിക്കാൻ പോയത് ആനയായിരിക്കും, വരുന്നത് അത് ചേനയായിരിക്കും. സോ നമ്മളെ ടോട്ടലി ഡിസീവ് ചെയ്ത് നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കാനുള്ള കഴിവിപ്പോഴത്തെ ബിസിനസ്സിലുണ്ട്. സോ വി ഷുഡ് ഓൾസോ എന്താ പറയാ റേസ് അവർ സ്റ്റാൻഡേർഡ്സ് അപ്പ് ടു ദാറ്റ്. അപ്പോൾ മാഡം കൺസ്യൂമർ റൈറ്റിനെ പറ്റി ഒരു അവബോധം വളർത്തുന്നതിൽ ഈ സോഷ്യൽ മീഡിയ എത്രത്തോളം പങ്കുവഹിക്കുന്നുണ്ട് മാഡം? സോഷ്യൽ മീഡിയ മാത്രമേ ഒരു പരിധി ഇപ്പൊ പങ്കുവഹിക്കുന്നുള്ളൂ എന്ന് വേണം പറയാൻ. തീർച്ചയായിട്ടും. അതായത് സോഷ്യൽ മീഡിയ നമ്മുടെ കൺസ്യൂമർ ഹാബിറ്റ്സിനെ മൊത്തത്തിൽ മാറ്റി മറിച്ചത് കൊണ്ട് തന്നെയാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അമെൻഡ് ചെയ്ത് നമുക്ക് കൊണ്ടുവരേണ്ടി വരുന്നത് തന്നെ. അപ്പോ ഞാൻ പറയുന്നത് നമുക്ക് ഇതേ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് ഒരു എന്താ പറയാ കെയർഫുൾ ആയിട്ട് ഷോപ്പിംഗ് ചെയ്യാനും നമുക്ക് പറ്റും. നമുക്ക് അതിൽ നിന്ന് ഇതേ സോഷ്യൽ മീഡിയ യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ ദ ബെറ്റർ എന്നാണ്. നമുക്കിപ്പം ഒരുപാട് സോഷ്യൽ മീഡിയ ഷോപ്പിംഗ് ഒക്കെ നടത്തുന്ന സമയത്ത് പ്രായമുള്ള ആൾക്കാർക്ക് സോഷ്യൽ മീഡിയ ഷോപ്പിംഗ് പറയുമ്പോൾ തന്നെ ഒരു പേടിയാണ്, ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആണ് അവർക്ക്. കാരണം അയ്യോ കാശ് പോകുമ്പോഴും അങ്ങനെ ഒരു അല്ലേ, പ്രായമുള്ളവരുടെ ഓൺലൈനിൽ മേടിക്കാന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഡിഫറെന്റ് ആയിരിക്കും. അതൊക്കെ കാശ് പോവും, അതൊക്കെ ഇങ്ങനെ പോവും അങ്ങനെ പോവും എന്നൊക്കെ അവർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഓൺലൈനിൽ കാര്യങ്ങൾ ഇപ്പൊ ഞാനും നിങ്ങളും നമ്മുടെ കാര്യങ്ങൾ വേഗം നടക്കാനാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയും ഓൺലൈനും ഇന്റർനെറ്റും എല്ലാം യൂസ് ചെയ്യുന്നത്. സോ അത് നമുക്ക് തന്നെ വിനയായി ഭവിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ നമ്മൾ ചെയ്യുന്ന മണ്ടത്തരം എന്ന് പറയുന്നത്. സോ വി ഹാവ് ടു യൂസ് ഇറ്റ്. എങ്ങനെ നമുക്ക് അതിന്റെ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് മറക്കരുത്. ഷോപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ക്രേസി ഷോപ്പർ ആവരുത്. നമുക്ക് എന്താണോ വേണ്ടത് അത് മാത്രം വാങ്ങിക്കുക, അതിനെ കുറിച്ചൊരു അറിവുണ്ടാകും. അങ്ങനെ എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും വാങ്ങുന്ന ആൾക്കാർക്കാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോ ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ളത് ഈ OTP പറഞ്ഞു കൊടുത്തു, OTPയുടെ പ്രശ്നങ്ങൾ. ബാങ്കിൽ നിന്ന് വിളിച്ചു, അപ്പൊ നമ്മൾ OTP പറഞ്ഞു കൊടുത്തു, അക്കൗണ്ടിലെ പൈസ മൊത്തം പോയി. 2500 രൂപയ്ക്ക് ഐഫോൺ കിട്ടുമെന്ന് പറഞ്ഞ സൈറ്റിൽ കിട്ടിയത് ഐഫോൺ വാങ്ങി. അങ്ങനെ 2500 രൂപ പോയി. ഐഫോണിന് പകരം കല്ല് വന്നു. അതൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? ആപ്പിളിന്റെ അകത്ത് ആപ്പിൾ ഇട്ട് തന്നു. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഞാൻ സെൻസുള്ള ആളെന്താ ആലോചിക്കും, ഐഫോണ് 2500 രൂപയ്ക്ക് ഒരാൾ തരൂ? ചിന്തിക്കുന്നിടത്ത് തീരുന്നു പ്രശ്നങ്ങൾ. ഞാനൊന്ന് ചിന്തിച്ചാൽ അവിടെ ആ പ്രശ്നം തീർന്നു, കിട്ടില്ല. സോ അത് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അതാണ് ഈ ഓൺലൈൻ ഷോപ്പിങ്ങിന്റെ പ്രശ്നം. നമുക്ക് ചിന്തിക്കാനുള്ള ഒരു സ്പേസ് അതിന് തരില്ല. കാരണം ഈ ദൃശ്യം പതിയുന്ന ആഴത്തിൽ മറ്റൊന്നും പതിയാത്തോണ്ടേ നമ്മൾ അത് നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കും. അതാണ് പ്രശ്നം. അപ്പോൾ മേഡം, ഇത്തരത്തിൽ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എങ്ങനെ ഒരു കൺസ്യൂമറിന് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ കീഴിൽ ഒരു കേസ് ഫയൽ ചെയ്യാൻ പറ്റും? കേസ് ഫയൽ ചെയ്യാനായിട്ട് നമ്മൾ മെയിനായിട്ട് ആദ്യം നമ്മുടെ എന്താണ് എന്ത് റൈറ്റ് വയലേഷൻ ആണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ആദ്യം വേണ്ട ഒരു ഐഡിയ. നമുക്ക് എന്താണ് അവിടെ നടന്നിരിക്കുന്ന റൈറ്റ് വയലേഷൻ, നമ്മുടെ പ്രോഡക്റ്റ് എന്താണ്, നമ്മൾ എപ്പോൾ വാങ്ങി, അതിനെ കുറിച്ച് ഐഡിയ വേണം. പിന്നെ നമ്മൾ അതിന്റെ ജൂറിസ്ഡിക്ഷനും കാര്യങ്ങളും നോക്കുക. അതായത് ഏത് സ്ഥലത്ത് വെച്ചാണ് ആ കട എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് എവിടെയാണ് അതെവിടെയാണ് എന്നൊക്കെ നമ്മൾ നോക്കുക. പിന്നെ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ നമുക്ക് ആ ഫോറം ഉണ്ട്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, അങ്ങനെ നാഷണൽ, അങ്ങനെ ഓരോ കമ്മീഷൻസ് ഉണ്ട്. നമ്മൾ അവിടെ പോയി റിട്ടൺ കംപ്ലൈന്റ് കൊടുക്കാം. ആദ്യം ഒരു എഴുതി കംപ്ലൈന്റ് കൊടുക്കാം. ബട്ട് ഐ വിൽ പ്രോബബ്ലി സജസ്റ്റ് ടു യൂസ് ദ ഓൺലൈൻ സൈറ്റ്. അപ്പൊ നമുക്ക് ഒരു എവിഡൻസ് പോലെ നമ്മുടെ ഗ്രീവിയൻസ് രജിസ്റ്റർ ആയി കിടക്കണം. അപ്പൊ അതിന് ആക്ഷൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് കോടതിയിൽ പോവാലോ. കോടതിയിൽ നമുക്ക് പറയാലോ ഞാൻ ഇന്ന കറക്റ്റ് ടൈമിന്. ഇപ്പൊ ഓൺലൈനിലാവുമ്പോൾ അപ്പപ്പോ അത് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. ഓഫ്ലൈനിൽ കേസൊക്കെ ആയിട്ട് പോകുമ്പോൾ അത് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിരിക്കില്ല. അപ്പൊ ആ സമയത്ത് നമ്മൾ ഓൺലൈനിൽ കേസ് വിനിട്ട് കിടക്കുകയാണെങ്കിൽ അതിന് ആക്ഷൻ എടുക്കുന്നുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ അപ്പൊ തന്നെ പിന്നെയാണ് നമ്മൾ കേസ് കോടതിയിലേക്ക് മൂവ് ചെയ്യുന്നത്. പിന്നെ ഇതിന് തന്നെ ഇതുണ്ട്, ഡിസ്പ്യൂട്ട് റെസൊല്യൂഷന് വേണ്ടിയിട്ട് മീഡിയേഷൻ ഒക്കെ ഉണ്ട്. അതായത് നമ്മൾ കേസായിട്ട് പോകുന്നതിന് മുന്നേ കോടതി അത്
ഒത്തുതീർപ്പാക്കാനായിട്ട് മീഡിയേഷൻ വഴി സെറ്റിൽമെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നമുക്ക് ടൈമും പൈസയും ലാഭിക്കാമല്ലോ. കോടതിയിൽ പോയി കേസ് നടത്തുന്നതിന്റെ ഒരു ടൈമും പൈസയൊക്കെ ലാഭിക്കാൻ വേണ്ടിയിട്ട് മീഡിയേഷനുകൾ ഒരുപാട് കൺസ്യൂമർ പ്രൊട്ടക്ഷന്റെ അതിന്റെ കീഴിൽ നടക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ ടു ആൻ എക്സ്റ്റെൻഡ് ആൻ എഫക്റ്റീവ് മെത്തേഡ്. നിങ്ങൾക്കത് അതൊരു പുതിയ ആക്ടിൽ അതിനൊക്കെ പറയുന്നത്. അതൊരു പെർട്ടിക്കുലർ ടൈം ലൈൻ ഫിക്സ് ചെയ്ത് അതിനകത്ത് ഒരു എന്താ പറയുക മീഡിയേറ്ററുടെ ഹെൽപ്പോടെ നമുക്ക് നമ്മുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ എന്ന് പറയും. നമുക്ക് കംപ്ലൈന്റ് കൺസ്യൂമർ കമ്മീഷനിൽ കൊടുക്കുക. അവർ പറയും എന്താണ് ബാക്കി ചെയ്യേണ്ടത് എന്നുള്ളത്. പാർട്ടീസ് എഗ്രി ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗോ വിത്ത് മീഡിയേഷൻ. അതർവൈസ് എന്താണ് നമുക്ക് കോടതിയിലേക്ക് കൺസ്യൂമർ കോർട്ട് പറയുമല്ലോ, കൺസ്യൂമർ കോടതിയിലേക്ക് റെഫർ ചെയ്തിട്ട് പിന്നെ കേസ് അങ്ങനെ പോകും. മീഡിയേഷൻ ആയതുകൊണ്ട് അതിന് അപ്പീൽ പോകാനായിട്ട് പറ്റില്ല. ബട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഈ എല്ലാവർക്കും കോടതി കയറി ഇറങ്ങുക എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, കോടതി കയറി ഇറങ്ങുക. അത് എല്ലാവർക്കും ചിലപ്പോൾ അത്ര രസകരമായിട്ട് തോന്നാറില്ല. അപ്പൊ അത് ഒഴിവാക്കാനാണ് നമ്മൾ ആ സംഭവം ചെയ്യുന്നത്. നിങ്ങൾക്ക് അത്രയും ഗ്രോസ് വയലേഷൻ ഓഫ് യുവർ റൈറ്റ് നടന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് ആ ജൂറിസ്ഡിക്ഷനുള്ള പോലീസ് സ്റ്റേഷനിൽ പോയാൽ കൂടെ ദേ വിൽ ഡയറക്റ്റ് യു ഫർദർ. സോ റിഡ്രസൽ കമ്മീഷൻ ഉണ്ട്, ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ ഉണ്ട്, നാഷണൽ കമ്മീഷൻ ഉണ്ട്. സോ ദാറ്റ് ഈസ് ഓൾ ദെയർ. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം ഒരു ഐഡിയ ഇല്ലെങ്കിൽ യു കൻ ഓൾവേസ് ഗോ ടു ദി നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ. അപ്പൊ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമത്തിൽ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഭാവിയിൽ ഏതൊക്കെ ട്രെൻഡുകൾ നമുക്ക് പ്രതീക്ഷിക്കാം? ഓൾറെഡി ഒരു മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താനായിട്ടാണ് ദ ലേറ്റസ്റ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 നിലവിൽ നിൽക്കുന്നത്. ഓൺലൈൻ സോഷ്യൽ മീഡിയ ഇ കൊമേഴ്സിനെ മൊത്തത്തിൽ അതിനകത്തോട്ട് എന്താ പറയാ ഉൾക്കൊള്ളിക്കാനായിട്ട്. ഫ്യൂച്ചർ ട്രെൻഡ്സ് എന്ന് പറയുമ്പോൾ ഇതിന്റെയൊക്കെ ഇനിയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ഇതുവരെയ്ക്ക് ഫേസ് ചെയ്യാത്ത പ്രശ്നങ്ങൾ നമുക്കിപ്പോ അറിയില്ല. വി ആർ നോട്ട് ഇവൻ അവെയർ അബൌട്ട് ദ പ്രോബ്ലംസ് ദാറ്റ് ആർ ഗോയിങ് ടു കം എന്നുള്ളതാണ്. സോ അങ്ങനത്തെ എന്താ പറയാ ഒരു നമ്മുടെ സോഷ്യൽ കൊമേഴ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെതായ പ്രശ്നങ്ങൾ, എസ്പെഷ്യലി ഇനിയിപ്പോ AI വരുന്നുണ്ട്, AI ആൻഡ് മെഷീൻ ലേണിംഗ് എല്ലാം വരുന്നുണ്ട്. സോ നമ്മൾ അതിനോടൊക്കെ ഇനി അഡോപ്റ്റ് ചെയ്ത് വരികയാണ്. മൊബൈൽ കൊമേഴ്സും അങ്ങനെ മൊബൈൽ ഷോപ്പിംഗിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഇനിയും നെക്സ്റ്റ് ടയറിലേക്ക് പോകുമ്പോൾ AI അതിൽ ഒരുപാട് ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ടാവും. അതായത് ഓഗ്മെന്റഡ് റിയാലിറ്റി വെച്ച് കസ്റ്റമേഴ്സിന് വെർച്വലി പ്രോഡക്റ്റ് ട്രൈ ചെയ്യുക, അത് ബൈ ചെയ്യുന്നതിന് മുന്നേ അങ്ങനെയൊക്കെ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷോപ്പിംഗ് ത്രൂ വോയിസ് കമാൻഡ്, സ്മാർട്ട് ഡിവൈസ് ഒക്കെ ഉപയോഗിച്ചിട്ട്. പിന്നെ ഒമ്നി ചാനൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അതായത് ഓൺലൈൻ ഓഫ്ലൈൻ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഇണ ചേർത്ത് കൊണ്ടുപോകുന്ന ഒരു സാധനം. അതായത് നിങ്ങൾക്ക് ഓൺലൈനിൽ സാധനം വാങ്ങി സ്റ്റോറിൽ പോയി അത് പിക്ക് ചെയ്യാം. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇക്കോ ഫ്രണ്ട്ലി എന്നുള്ളൊരു ആസ്പെക്ട്, നമുക്ക് നേച്ചർ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇക്കോ ഫ്രണ്ട്ലി എന്നുള്ള സംഭവം നമ്മൾ കൂടുതൽ കേൾക്കുന്നതാണ്. നമ്മൾ കൂടുതൽ കേൾക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് ബിക്കം എ ഗ്രേറ്റർ ത്രെറ്റ് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ഇ കൊമേഴ്സും ഇത് നമ്മൾ ഇക്കോ ഫ്രണ്ട്ലി എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ ആ പ്രോഡക്റ്റ് എന്താണെന്ന് ചെക്ക് ഔട്ട് ചെയ്യും അല്ലെ. തീർച്ചയായിട്ടും കെമിക്കൽ ഫ്രീ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ആകർഷകമായ ടൈറ്റിൽസ് എന്ന് പറയുന്നത്. ഇക്കോ ഫ്രണ്ട്ലി, കെമിക്കൽ ഫ്രീ, നാച്ചുറൽ എന്നൊക്കെ ഓർഗാനിക് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ അതിലോട്ട് അങ്ങ് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ ഈ സംഭവങ്ങളൊക്കെ ഇനി ഭാവിയിൽ എവിടെ നിൽക്കും നമുക്ക് അറിയാത്തത് കൊണ്ട് സോ വി ഹാവ് ടു ലീവ് എ സ്പേസ് ഫോർ ഓൾ ദാറ്റ്. തീർച്ചയായിട്ടും അതാണ് ഇപ്പോ നിലവിലുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ. എനിക്കും അറിയില്ല ഇനി ഭാവിയിൽ അത് എത്രത്തോളം പോകുന്നു. ബട്ട് അതെ, പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് പുതിയ പ്രശ്നങ്ങളും വരുമല്ലോ. അതെ, അപ്പോൾ നമ്മൾ ജനങ്ങൾ ദിവസവും ജീവിതത്തിൽ പല സാധന സേവനങ്ങളും വാങ്ങാറുണ്ടല്ലേ. അപ്പോൾ പല സാഹചര്യത്തിലും പല പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുമുണ്ടാകാം. പക്ഷെ ഇതൊന്നും നമ്മൾ വലിയ കാര്യമാക്കാറില്ല. അപ്പോൾ ആ ഒരു മനോഭാവത്തെ മുതലെടുക്കുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. സോ അങ്ങനെയുള്ള മനുഷ്യർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് ഇന്ത്യയിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത്. അപ്പോൾ ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ നമ്മൾ അവെയർ ആയിരിക്കേണ്ട കാര്യങ്ങളും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളെയും അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് സ്വീകരിക്കാവുന്ന നിയമ നടപടികളെ പറ്റിയാണ് ഇന്നത്തെ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള നിയമവശങ്ങൾ അടങ്ങിയ വലിയ അറിവിനെ നമുക്ക് വേണ്ടി പങ്കുവച്ചത് നിയമവിദഗ്ധയായ അഡ്വക്കേറ്റ് അമൃത മേഡമാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം മേഡം, ഒരുപാട് നന്ദി ഈ പ്രോഗ്രാമിലേക്ക് വന്നതിനും ഇത്രയധികം അറിവുകൾ നമുക്ക് വേണ്ടി പങ്കുവച്ചതിനും. അപ്പോൾ താങ്ക് യു സോ മച്ച് മാം. യെസ്, ഇങ്ങനെ ഇനിയും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ വരുന്ന ചെറിയ വലിയ വർത്തമാനത്തിൽ കേൾക്കുന്നതായിരിക്കും കേട്ടോ. ടിൽ ദെൻ ഇറ്റ്സ് മീ RJ ശ്രീശാന്ത് സൈനിങ് ഓഫ്. കീപ് ഇറ്റ് ലോക്ക് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.